മുത്തുമണികളെ രാത്രി എന്താ അത്താഴത്തിൽ നിന്ന് ചോദിക്കുന്നതല്ലേ? ഞങ്ങൾ 4 മുട്ട കൊണ്ട് ഒരു ബോംബ് ഉണ്ടാക്കി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പാതിരാത്രിയിലെ ബോംബ് കഥ. നല്ല വെളുത്ത് തൊടുത്ത് കുട്ടപ്പനായ നല്ല കാമ്പുള്ള 4 മുട്ട എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോ തോടോട് കൂടി വീണിട്ട് ആദ്യം മുട്ട പൊട്ടിക്കാൻ അറിയാത്തവന് മുട്ട പൊട്ടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആ പൊട്ടിച്ചൊഴിച്ച മുട്ടയുടെ മേലേക്കുണ്ട് ഈ കഫ്റ്റീരിയകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താന്ന് നിങ്ങൾക്ക് സാധനം അറിയാം? അതാണ് ഈ കിപ്സമാൻ. കിപ്സമാൻ നമുക്ക് അതിനെ നല്ല പൊടിയാക്കിട്ട് അതിന്റെ മേലേക്ക് ഇട്ടു. പൊടിയാക്കി എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിട്ടാണ്. നമുക്ക് ആദ്യം അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇനി ആ കുറുകി വരുന്ന മുട്ടയുടെ മേലേക്ക് നമ്മൾ ഒരു ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രെഡിനും കൂടി പൊട്ടിച്ചിട്ട് അതിന്റെ മേലേക്ക് ഇടണം. ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളോടൊന്നും തോന്നല്ല, പാവങ്ങളുടെ കുറച്ച് അപരാധങ്ങൾ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്നിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ ബ്രെഡിനും ഞങ്ങൾ പൊട്ടിച്ചിട്ട് നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് തന്നെ കേട്ടോ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഗുഡ് ഫുഡ്. അത് തന്നെയാണ് പറയുന്നത്, പ്രവാസികൾ ഇങ്ങനെയാണ്. ഏത് സാഹചര്യങ്ങളിലും തരണം ചെയ്ത് ജീവിക്കാൻ പഠിച്ചവരാണ് ഓരോ പ്രവാസികൾ. ഈ വീഡിയോ ഉണ്ടല്ലോ ഞാൻ ഓരോ പ്രവാസികൾക്കും വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മുത്തുമണികളായ ഓരോ പ്രവാസികളും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടിക്കോളിട്ടാ. നമ്മുടെ ഈ പ്രവാസ ലോകത്തെ ഓരോ സംഭവ വികാസങ്ങളും ഈ ഒരു ചാനലിൽ കാണുന്നതായിരിക്കും. മുത്തുമണികളെ നമുക്ക് ഈ ബ്രെഡ് ഓംലേറ്റിന്റെ കഴിഞ്ഞ നമുക്ക് കുറച്ച് സുലൈമാനി കുടിക്കണം. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഒരു സുലൈമാനി നിർബന്ധം. നമ്പൂതിരിമാര് പറയുമ്പോൾ നല്ല ഒരു അടിപൊളി സുലൈമാനിയും വെച്ച് നമുക്ക് ഇന്നത്തെ ഫുഡ് കഴിക്കണം. ഈ അത്താഴ നേരത്ത് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് നാട്ടിലത്തെ പള്ളിയിലത്തെ ഓർമ്മയായിരുന്നു. മുത്തലിങ്ങളായ ഉസ്താദ്മാര് വയല് പറയുന്ന ഒരു സമയമാണ് കേട്ടോ ഇതൊക്കെ. അതൊക്കെ കേട്ട് നമുക്ക് കുറച്ച് ഖുറാനൊക്കെ ഓതിയിട്ട് പുറത്തൊക്കെ ചങ്ങായിമാരൊക്കെ കൂടിയിട്ട് ഒന്ന് കളിച്ച് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രവാസ ലോകത്തെ ചങ്ങായിമാരെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അതൊന്നും ഞങ്ങളൊന്നും അറിയാതെ മറന്നു പോവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി, കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്നോട് അന്വേഷണം ചോദിച്ച് വരുന്നവരോടൊക്കെ നന്ദിയുണ്ട്. ഇതിന് പുതിയ നല്ല വീഡിയോകളുമായി സഫ്വാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്ത് ഒന്നിച്ച് കൂടിക്കോളിട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായി കാണാമല്ലേ. ഓക്കെ, ബൈ.